എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കാനായിട്ട് നമുക്കിന്ന് അടിപൊളിയായിട്ടൊരു മാജിക് സൊല്യൂഷൻ തയ്യാറാക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ എത്ര കട്ടിയുള്ള അഴുക്കുണ്ടെങ്കിലും ഈ ഒരു മാജിക് സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ വൃത്തിയാക്കുകയാണെങ്കിൽ ആ അഴുക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോവും. ഒരു തരി പോലും ഇല്ലാതെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുള്ള മാജിക് സൊല്യൂഷൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. 3 സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ഈ സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട്. ആ 3 സാധനങ്ങളും എല്ലാ വീട്ടിലും ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇനി സൊല്യൂഷൻ തയ്യാറാക്കാം. അപ്പോൾ സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഒരു ചെറിയ പാത്രം എടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ഡിഷ് വാഷ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്രില്ലാണ്. ഏതെടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ ഞാൻ ഡിഷ് വാഷ് എടുത്ത് സെയിം അളവിൽ തന്നെയാണ് വിനാഗിരിയും എടുക്കുന്നത്. വിനാഗിരി ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടുവെള്ളമാണ്. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഈ 3 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്കത് സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് സ്പ്രേ ബോട്ടിൽ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് അതിലെ വെള്ളം ഫ്രിഡ്ജിലേക്ക് ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഒരുപാട് ചൂട് വേണ്ട, നേരിയൊരു ചൂട് മാത്രം മതി. ഇനി നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ ട്രേയുടെ അടിയിലായിട്ട് ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ കറകൾ പോലെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഇത്. അപ്പോൾ ഈ സ്പ്രേ ഞാൻ ഇതിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ആ കറകളൊക്കെ ഒന്ന് ജസ്റ്റ് ഈ സ്പ്രേ വെച്ചൊന്ന് നനച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മളൊരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ ഈ കറകളൊക്കെ ഈസി ആയിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്ക്രബൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലത്തെ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുക. ഇനി ഇങ്ങനത്തെ തുണി ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ബനിയൻ്റെ ക്ലോത്ത് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ബനിയൻ്റെ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തുടച്ചെടുത്താലും മതി. പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിലെ പവർ ഓഫ് ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കിയപ്പോൾ കണ്ടായിരുന്നു അത്യാവശ്യം നല്ല അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സൊല്യൂഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഒരു മൈക്രോ ഫൈബറിൻ്റെയോ അല്ലെങ്കിൽ ബനിയൻ്റെയോ ഒരു ക്ലോത്ത്. യാതൊരു കാരണവശാലും ഫ്രിഡ്ജിൽ എത്ര കട്ടിയുള്ള അഴുക്കാണെങ്കിലും അത് കഴുകാനായിട്ട് സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യരുത്. ഇതുപോലുള്ളൊരു മൈക്രോ ഫൈബറിൻ്റെയോ ബനിയൻ്റെയോ ക്ലോത്ത് എടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ സൊല്യൂഷനിൽ ചൂടുവെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചൂടുവെള്ളം തന്നെ എടുക്കണം. പച്ചവെള്ളം എടുത്താൽ അത് കറക്റ്റായി വരില്ല. ചെറിയ ചൂടുണ്ടെങ്കിൽ ആ ഫ്രിഡ്ജിൽ എണ്ണമയോ അല്ലെങ്കിൽ മെഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഇളക്കി കളയാനുള്ള ശക്തിയും കൂടെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് നമ്മുടെ ചൂടുവെള്ളത്തിനുണ്ട്. വെള്ളം ചൂടാവുമ്പോൾ അതിൽ ബാക്ടീരിയകളൊന്നും ഉണ്ടാവില്ല, അതൊക്കെ നശിച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.